വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഈ സെൻറ്റൻസുകളെല്ലാം നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അതെങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസുകൾ നമുക്ക് പറയേണ്ടി വരും. എപ്പോഴും പോസിറ്റീവ് സെൻറ്റൻസുകൾ മാത്രം അല്ല നമ്മൾ പറയാറ്, നെഗറ്റീവായിട്ടും പറയും. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ്, A1 ലെവൽ ഇംഗ്ലീഷാണ്. ഇതൊക്കെ തറവായിട്ട് മനസ്സിലാക്കണം. ഫൗണ്ടേഷൻ പ്രധാനമാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ആയാലും ഫൗണ്ടേഷൻ വീക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കില്ല. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ഏത് സമയത്തായാലും നിങ്ങൾ എത്ര അഡ്വാൻസ് ലെവലാണെങ്കിലും ബേസിക് ലെവൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി അതിനെ ഒന്ന് സ്ട്രെങ്ത് ആക്കി വെക്കുന്നത് നല്ലതാണ്. ഹി ലൈക്സ് ബേർഡ്സ്, ഇത് പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സെന്റൻസിന് ഹി ലൈക്സ് ബേർഡ്സ് എന്നുള്ളതിന് ഇല്ല അവന് ബേർഡിനെ ഒന്നും ഇഷ്ടമല്ല എന്നെങ്ങനെ പറയും? അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകളിൽ അതായത് സബ്ജക്റ്റ്, മെയിൻ വെർബ്, അതർ ഇൻഫോർമേഷൻസ്, ദെൻ അതർ ഇൻഫോർമേഷൻസ്. അപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ടൊരു സെന്റൻസിന്റെ ഒരു പ്രധാന പാർട്ട് ഏതാ? സബ്ജക്റ്റ് ആൻഡ് വെർബ്. അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട്. അവർ എഗ്രിമെന്റ് അനുസരിച്ച് മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ നമ്മളത് പഠിച്ചിട്ട് വേണം അത് എഴുതാൻ. ഹി ലൈക്സ് ബേർഡ്സ് എന്നുള്ളത് പോസിറ്റീവ്. ഹി എന്നുള്ളത് ആയതുകൊണ്ടാണ്, സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ എസ് വന്നത് വെർബിന്റെ കൂടെ. എന്നാൽ ഇതിന് നെഗറ്റീവായിട്ട് എഴുതണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോട്ടൊന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ വരിക വെച്ചാൽ ഡു അല്ലെങ്കിൽ ഡസ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തുകൊണ്ട് നോട്ട് ചേർക്കണം. എന്നിട്ട് ഈ അതിന്റെ ബേസ് ഫോം മതി. ഈ എസ് വേണ്ട അവിടെ. ഇപ്പം ഹി ഡസൻറ്റ് ലൈക്ക് ബേർഡ്സ് എന്നായി മാറും. ഡസൻറ്റ് എന്ന് വെച്ചാൽ ഡസ് നോട്ട്, ഡസൻറ്റ് ലൈക്ക് ബേർഡ്സ്, അവന് ബേർഡൊന്നും ഇഷ്ടമല്ല. ഹി ഡസൻറ്റ് ലൈക്ക് ബേർഡ്സ്, ഹി ലൈക്സ് ബേർഡ്സ് എന്നുള്ളത് പോസിറ്റീവ്. എന്നാൽ ഹി ഡസൻറ്റ് ലൈക്ക് ബേർഡ്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. നോട്ട് എന്നുണ്ട്, ഡസ് നോട്ട്. എന്താ ഡസ് വരാൻ കാരണം? ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട്. ഇനി അത് പ്ലൂറൽ ആണെങ്കിലോ, വി എന്നാണെങ്കിലോ, വി ഡോണ്ട് ലൈക്ക് ബേർഡ്സ് ഇങ്ങനെ പറയാം. വി ഡോണ്ട് ലൈക്ക് ബേർഡ്സ്, വി ലൈക്ക് ബേർഡ്സ് എന്നുള്ളത് പോസിറ്റീവ്, വി ഡോണ്ട് ലൈക്ക് ബേർഡ്സ് എന്നുള്ളത് നെഗറ്റീവ്. അവിടെ ഡോണ്ട്, ഡു പ്ലസ് നോട്ട്, ഡോണ്ട്. ഇനി ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, അതിലൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റില്ല. നെഗറ്റീവ് ഒന്നുമല്ല, അത് കറക്റ്റാണ്. ദ സൺ, സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നത്? വെസ്റ്റില്. അതിനെ അങ്ങനെ നെഗറ്റീവ് ആക്കി എഴുതണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. അരുൺ സ്റ്റഡീസ് സയൻസ് എവറി ഡേ, അരുൺ എന്നും സയൻസ് പഠിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അരുൺ പറയുകയാണ്, അരുൺ സ്റ്റഡീസ് സയൻസ് എവറി ഡേ എന്ന് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അരുൺ സ്റ്റഡീസ് സയൻസ് എവറി ഡേ. അപ്പൊ വേറൊരാൾ പറഞ്ഞു അല്ല, അവൻ എന്നും ഒന്നും സയൻസ് പഠിക്കില്ല, എല്ലാ ദിവസവും സയൻസ് പഠിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് സബ്ജക്റ്റ്, ഇത് വെർബാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം നമുക്ക് ഏത് ചേർക്കാം? ഡസ്, ഡസ് നോട്ട്. അരുൺ ഡസൻറ്റ്, ഡസ് നോട്ടിന്റെ കൺട്രാക്റ്റഡ് ഫോം ആണിത്. ഡസൻറ്റ് സ്റ്റഡി, സ്റ്റഡി എന്ന് മതി. കാരണം ഡസ് എന്ന് വന്നത് കാരണം തന്നെ സിംഗുലർ ആയതുകൊണ്ടാണിത്, തേർഡ് പേഴ്സൺ സിംഗുലർ. അരുൺ ഡസൻറ്റ് സ്റ്റഡി സയൻസ് എവറി ഡേ, അതാണ് അതിന്റെ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ ഡു ഓർ ഡസ് ചേർക്കണം. ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചേർക്കാൻ പറ്റില്ല. ബി വെർബിന്റെ കൂടെ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ചേർക്കാൻ പറ്റുള്ളൂ, അതായത് ഈസ്, ആർ, ആം. എക്സസൈസ്. ഇനി ഇപ്പൊ ഒരു കാര്യം കൂടി. ഇപ്പൊ അരുൺ ആയതുകൊണ്ട് ഇവിടെ അരുണിന് പകരം ഒരു പ്ലൂറൽ പ്രോനൗൺ ആണെങ്കിലോ, വി ഡോണ്ട് സ്റ്റഡി സയൻസ് എവറി ഡേ, വി ഡോണ്ട് എന്ന് വരും. ഇനി ഷീ ആണെങ്കിലോ, ഷീ ഡസൻറ്റ് സ്റ്റഡി സയൻസ് എവറി ഡേ. അതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ നിറയെ സെന്റൻസുകൾ എഴുതുക. ബേസിക് ലെവലാണ്, വളരെ സിമ്പിളാണ്, സിമ്പിൾ സെന്റൻസുകളാണ്. സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഒരു സബ്ജക്റ്റ്, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെർബ്. എക്സസൈസ് മേക്സ് us ഹെൽത്തി, അതിനെയും തൽക്കാലം നമ്മൾ നെഗറ്റീവായിട്ട് മാറ്റുന്നില്ല, കാരണം അതും കറക്റ്റാണ്. എക്സസൈസ് മേക്സ് us ഹെൽത്തി, ഡെയിലി എക്സസൈസ്
ഒന്നും കൂടി ചേർക്കാൻ വേണമെങ്കിൽ. വി അയൺ അവർ ഡ്രസ് ഡെയിലി. ഞങ്ങൾ എന്നും ഞങ്ങളുടെ ഡ്രസ് അയൺ ചെയ്യുന്ന പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആകാം. ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞങ്ങളൊന്നും എന്നും ഡ്രസ്സ് അയൺ ചെയ്യില്ല. അപ്പൊ ഇവിടെ ഇത് പ്ലൂരലാണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് എസ് ഒന്നും വരാത്തത്. ഹി ആണെങ്കിൽ ഹി അയേൺസ് എന്ന് വരും, ഷീ ആണെങ്കിൽ ഷീ അയേൺസ് എന്ന് വരും. അപ്പൊ ഇവിടെ വി പ്ലൂറൽ ആയതുകൊണ്ട് അയൺ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആക്കണമെങ്കിൽ വി ഡോണ്ട് എന്ന് വെച്ചാൽ എന്താ? ഡു നോട്ട്. വി ഡോണ്ട് അയൺ അവർ ഡ്രസ് എവറി ഡേ. അയൺ മതി. അവർ ഡ്രസ്. വി ഡോണ്ട് അയൺ അവർ ഡ്രസ് എവറി ഡേ. വി അയൺ അവർ ഡ്രസ് വൺസ് ഇൻ എ വീക്ക്. ഒരു വീക്കിൽ ഒരു ദിവസമേ അയൺ ചെയ്യുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സെന്റൻസുകൾ തറോ ആക്കുക എന്നുള്ളതാണ് ഇനി കുറച്ച് വീഡിയോയിലൊക്കെ. സെന്റൻസ് അല്ലേ നിങ്ങൾ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിലും എന്താ ഉപയോഗിക്കുക? സെന്റൻസുകളല്ലേ പറയേണ്ടത്. അപ്പൊ എന്തും നമുക്ക് സെന്റൻസിനെയാണ് നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് വരുത്തേണ്ടത്. അതും ഫസ്റ്റ് ഒക്കെ സിമ്പിൾ A1 ലെവലിലൊക്കെ സിമ്പിൾ സെന്റൻസ് മാത്രമാണ്, കോമ്പൗണ്ടിലേക്കോ കോംപ്ലക്സിലേക്കോ പോകുന്നില്ല. ഒരു സബ്ജക്റ്റ് അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർബ്, അവർ തമ്മിൽ എഗ്രിമെന്റ് നീറ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. That's all.